നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് വ്യവസായങ്ങൾ കേരളം. കൈത്തറി വ്യവസായം. ഏറ്റവും കൂടുതൽ കൈത്തറികളുള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ കൈത്തറികൾ ഉള്ള ജില്ല കണ്ണൂർ. ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല തിരുവനന്തപുരം. കുറവ് വയനാട്. ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല തിരുവനന്തപുരം. കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ. ഹാൻവീവ്. ഹാൻവീവ് സ്ഥാപിതമായ വർഷം 1968. പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളുടെ അപ്പഗിസ് സംഘം. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാൻടെക്സ്. കൈത്തറി വ്യവസായ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ സർക്കാർ ജീവനക്കാരും ആഴ്ചയിൽ 2 ദിവസം കൈത്തറി വസ്ത്രം ധരിക്കണം എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി കേരള തനിമയ്ക്ക് കൈത്തറി. കേരളത്തിൽ കൈത്തറി തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ തനിമ തിരുവനന്തപുരം, കൃതിക കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ തുണിമിൽ സ്ഥാപിച്ച സ്ഥലം കൊല്ലം. 1881 ആദ്യത്തെ തുണിമിൽ സ്ഥാപിച്ച സ്ഥലം കൊല്ലം. ഹാൻ ടെക്സ്റ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഹാൻ വീവിൻ്റെ ആസ്ഥാനം കണ്ണൂർ. ഹാൻ ടെക്സ്റ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഹാൻ വീവിൻ്റെ ആസ്ഥാനം കണ്ണൂർ. കേരളത്തിൽ റയോൺ ഉൽപ്പാദനം നടത്തിയിരുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനം മാവൂർ ഗോളിയാർ റയോൺസ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ റയോൺ ഫാക്ടറി ട്രാവൻകൂർ റയോൺസ് ഫാക്ടറി പെരുമ്പാവൂർ 1950. ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചു തുടങ്ങിയത് 2015 ആഗസ്റ്റ് 7 മുതൽ. ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചു തുടങ്ങിയത് 2015 ആഗസ്റ്റ് 7 മുതൽ. ആഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി. കൈത്തറി ദിനത്തിൻ്റെ പ്രഖ്യാപനത്തിന് പ്രേരക ശക്തിയായ ചരിത്ര പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം 1905 ആഗസ്റ്റ് 7. കയർ വ്യവസായം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ വ്യവസായം. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറസ് മെയിൽ ആലപ്പുഴ. ഡാറസ് മെയിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാറ. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയാണ് ഡാറാസ് മെയിൽ. കയർ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ 2010 നടപ്പിലാക്കിയ പദ്ധതിയാണ് ഒരു കയർ ഉൽപ്പന്നം ഒരു വീട്ടിൽ. കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായി ആചരിച്ച വർഷം 2010. കേരളത്തിലെ കയർ സഹകരണ സംഘങ്ങളുടെ തലപ്പത്തുള്ള സ്ഥാപനമാണ് കയർഫെഡ്. കേരള സ്റ്റേറ്റ് കയർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കയർഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനവും കയറ്റുമതിയും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ സ്ഥാപനമാണ് കയർ ബോർഡ്. കേരള സംസ്ഥാനം കയർ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1969. കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1969. കേരള കയറിൻ്റെ മുദ്രാവാക്യം കേരള കയർ. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ സുവർണ നൂൽ. കേരള കയറിൻ്റെ മുദ്രാവാചകം കേരള കയർ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ സുവർണ നൂൽ. കയർ മേഖലയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സ്ഥാപിച്ച സ്ഥാപനമാണ് NCRMI നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1994. NCRMIയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ആദ്യത്തെ കയർ ഗ്രാമം വയലാർ. ആദ്യത്തെ കയർ ഗ്രാമം വയലാർ. ഇന്ത്യയിൽ നിന്നുള്ള കയറും കയറുൽപ്പന്നങ്ങളും ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈന. 2-ാം സ്ഥാനം അമേരിക്ക. കയർ വ്യവസായത്തിൽ സ്ത്രീകൾക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതി മഹിളാ കയർ യോജന. കശുവണ്ടി വ്യവസായം. കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വ്യവസായം കശുവണ്ടി വ്യവസായം. കശുവണ്ടി ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 5. 1-ാം സ്ഥാനം മഹാരാഷ്ട്ര. ക്യാപെക്സ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ആസ്ഥാനം കൊല്ലം.
ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലം. കേരളത്തിൽ കശുവണ്ടി കൃഷി വ്യാപിക്കുന്നതിനായി രൂപം നൽകിയ ഏജൻസി KSACC, കേരള ഏജൻസി ഫോർ ദ എക്സ്പാൻഷൻ ഓഫ് കാഷ്യൂ കൾട്ടിവേഷൻ, ആസ്ഥാനം കൊല്ലം. ദേശീയ ഭക്ഷ്യ സംസ്കരണ മിഷന്റെ കേരളത്തിലെ നോഡൽ ഏജൻസി സ്ഥിതി ചെയ്യുന്നത് കിൻഫ്രയിൽ. കരകൗശല വ്യവസായം. കരകൗശല കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സഹായത്തോടെ 1964 ആരംഭിച്ച സ്ഥാപനമാണ് സുരഭി, കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അഫക്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സ്വർണം, ലോഹം, കളിമണ്ണ്, മരം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കരകൗശല തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനമാണ് കാഡ്കോ, കേരള ആർട്ടിസ്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, 1981. കരകൗശല കലാകാരന്മാരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി വിപണനം നടത്തുന്ന സ്ഥാപനമാണ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, 1968. IT വ്യവസായം. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായത് 1999. കേരള സ്റ്റേറ്റ് IT മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രി. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട്, എറണാകുളം. കൊല്ലം ജില്ലയിലെ IT പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറ. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്ക് സെക്വാൻ. 14 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരള സർക്കാർ നെറ്റ്വർക്ക് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ടെക്നോ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്കാണ് ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ടെക്നോ പാർക്ക്. ടെക്നോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം 1990. ടെക്നോ പാർക്കിൻ്റെ നിർദ്ദിഷ്ട 4ാം ഘട്ട വികസന പദ്ധതി ടെക്നോ സിറ്റി. ടൂറിസം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം, 1986. ഇന്ത്യയിൽ നിന്ന് സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിനോദസഞ്ചാര കേന്ദ്രം കേരളം. ഏഷ്യയിലെ 3ാമത്തെ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനായി സ്മാർട്ട് ട്രാവൽ ഏഷ്യ തിരഞ്ഞെടുത്തത് കേരളം. കേരളത്തിൽ ടൂറിസം ബോധവൽക്കരണ വർഷമായി ആചരിച്ച വർഷം 1989. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഭൂമുഖത്ത് ഒരാൾ കണ്ടിരിക്കേണ്ട 50 വിശിഷ്ട സ്ഥലങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് കേരളം. കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ടൂറിസത്തിൻ്റെ സംഭാവന 9%. ഇന്ത്യയിലെ ആദ്യ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ച സ്ഥലം കുമരകം. ഇന്ത്യയിലെ ആദ്യ ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ച സ്ഥലം കുമരകം. കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകം ഗോഡ്സ് ഓൺ കൺട്രി. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേരള ടൂറിസത്തിൻ്റെ പുതിയ പരസ്യവാചകം മൺസൂൺ ടൂറിസം, ആരോഗ്യ ടൂറിസം. കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പുതിയ പേര് KTDC, ഹോട്ടൽ ആൻഡ് റിസോർട്ട് ലിമിറ്റഡ്, KTDC. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം മൂന്നാർ. തെക്കൻ കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം മീൻമുട്ടി. മത്സ്യബന്ധനം. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപെക്സ് ഫെഡറേഷൻ മത്സ്യഫെഡ്. മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം ന്യൂട്രിഫിഷ്. മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം ന്യൂട്രിഫിഷ്. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തി. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തി. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴ. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല എറണാകുളം. കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം
ചെമ്മീൻ. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. മീൻപിടുത്തത്തിനിടയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനം സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃകാ മത്സ്യഗ്രാമം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഉൾനാടൻ സമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി ഒരു നെല്ലും ഒരു മീനും. വ്യവസായ പ്രോത്സാഹന സ്ഥാപനങ്ങൾ. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായ ധനകാര്യ സ്ഥാപനം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC. KFCയുടെ ആദ്യ പേര് ട്രാവൻകൂർ കൊച്ചിൻ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നായിരുന്നു. കേരളത്തിലെ വ്യവസായ വികസനത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ച സ്ഥാപനമാണ് കിൻഫ്ര. കിൻഫ്രയുടെ പൂർണ്ണരൂപം കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ആയിരത്തി 1961 കേരളത്തിൽ ആരംഭിച്ച വ്യവസായ പ്രോത്സാഹന സ്ഥാപനമാണ് KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് സിഡ്കോ, കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. സിഡ്കോയുടെ ആസ്ഥാനം തിരുവനന്തപുരം. പതിനാല് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കിൻഫ്ര ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ വ്യാവസായിക മേഖലയെ വികസനങ്ങൾ ലക്ഷ്യമാക്കി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി മെയ്ക്ക് ഇൻ കേരള. മെയ്ക്ക് ഇൻ കേരളയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി. കേരളത്തിലേക്ക് പുതിയ വ്യവസായി നിക്ഷേപകരെ കൊണ്ടുവരുന്ന പദ്ധതി എമർജിംഗ് കേരള. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ പുതിയ പേര് HLL ലൈഫ് കെയർ. ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ ഫാക്ടറി തൊഴിലാളികളുള്ള ജില്ല കൊല്ലം. സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള ജില്ല എറണാകുളം. രണ്ടാം സ്ഥാനം തിരുവനന്തപുരം. ഏറ്റവും കുറവ് വ്യവസായങ്ങളുള്ള ജില്ല വയനാട്. പൊതുമേഖലയിൽ വൻകിട ഇടത്തര വ്യവസായങ്ങളില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്. ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എറണാകുളം. രണ്ടാം സ്ഥാനം തൃശ്ശൂർ. ചെറുകിട വ്യവസായ മേഖലയിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങളുള്ള ജില്ല എറണാകുളം. രണ്ടാം സ്ഥാനം തൃശ്ശൂർ. കേരളത്തിലെ വ്യവസായ പ്രോത്സാഹന ഏജൻസികളും ആസ്ഥാനങ്ങളും. കേരളത്തിലെ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KSIDC തിരുവനന്തപുരം. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കിൻഫ്ര തിരുവനന്തപുരം. കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ KITCO കൊച്ചി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് KSIE തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സിഡ്കോ തിരുവനന്തപുരം. MSME ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ആരംഭിച്ച വർഷം 1971. അങ്കമാലി. കേരളത്തിലെ ആദ്യത്തെ പഞ്ചസാര മിൽ പമ്പ ഷുഗർ മിൽസ് നിരണം, പത്തനംതിട്ട. വിജയമോഹിനി മില്ല് ദേശസാത്കരിച്ചത് 1974 ഏപ്രിൽ 1. മലബാർ സിമൻറ്റ്സ് കമ്പനി സ്ഥിതി ചെയ്യുന്നത് വാളയാർ, പാലക്കാട്. മലബാർ സിമൻറ്റ്സ് ലിമിറ്റഡ് സ്ഥാപിതമായത് 1978 ഏപ്രിൽ. ഫാക്ട് സ്ഥാപിതമായത് 1943 സെപ്റ്റംബർ 22, ആലുവ.
ഫാക്ട് ദേശസാത്കരിക്കപ്പെട്ടത് 1960. ഇന്ത്യയിൽ ആദ്യമായി അലൂമിനിയം സൾഫേറ്റ് നിർമ്മിച്ച വ്യവസായ സ്ഥാപനമാണ് ഫാക്ട്. ഇന്റർനാഷണൽ പെപ്പർ എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. ഇന്ത്യയിലെ ആദ്യ ടൈറ്റാനിയം സ്പോഞ്ച് ലോഹ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ചത് ചവറ. കണ്ണൂരിലുള്ള വെസ്റ്റേൺ ഇന്ത്യൻ പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിതമായ വർഷം 1945. കേരളത്തിലെ ആദ്യത്തെ തടിമില്ല് സ്ഥാപിതമായ ജില്ല തൃശ്ശൂർ 1905. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് സ്ഥിതി ചെയ്യുന്നത് HMT കളമശ്ശേരി. കേരളത്തിലെ ആദ്യ ടയർ നിർമ്മാണശാല അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ് പേരാമ്പ്ര. ഇന്ത്യൻ റെയർ എർത്ത്സിൻ്റെ ആസ്ഥാനം ആലുവ. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. റബ്ബർ കർഷകരിൽ നിന്ന് നേരിട്ട് റബ്ബർ വാങ്ങുന്ന ഗവൺമെൻറ് ഏജൻസി റബ്ബർ മാർക്ക് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. റെപ്കോയുടെ പൂർണ്ണനാമം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് 1991. ഇന്ത്യയിലെ ആദ്യ കയറ്റുമതി പ്രോത്സാഹന വ്യവസായ പാർക്ക് എറണാകുളം. ഇന്ത്യയിലെ ആദ്യ കയറ്റുമതി പ്രോത്സാഹന വ്യവസായ പാർക്കാണ് എറണാകുളം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര അപ്പാരൽ പാർക്ക് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫോടെയിൻമെൻറ്റ് പാർക്ക് കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരം പെരുമ്പാവൂർ.